നമസ്കാരം, ഇൻസ്റ്റന്റിലേക്ക് സ്വാഗതം. യുദ്ധക്കൊതി മാറാതെ നിലവിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അതിഭീകരമായ അവസ്ഥയിലൂടെ പോവുകയാണ്. വെടിനിർത്തൽ കരാറുമായി ഇസ്രയേൽ മുന്നിട്ട് വരുമ്പോൾ മറ്റൊരു തലത്തിലേക്ക് ദീർഘദൂര മിസൈലുകളടക്കം ഉക്രൈൻ റഷ്യയ്ക്ക് നേരെ അയച്ച് അതിഭീകരമായ പ്രകോപനം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. 188 മിസൈലുകളും അതിഭീകരമായിട്ടുള്ള പ്രഹരശക്തിയുള്ള റോക്കറ്റുകളുമൊക്കെ തന്നെയാണ് നിലവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം ഡ്രോണുകളുടെ സഹായത്തോടെയും ഉക്രൈനിൽ റഷ്യ തിരിച്ചു നടത്തിയ പ്രത്യാക്രമണം അതിഭീകരമാണെന്ന് വേണം മനസ്സിലാക്കാൻ. അമേരിക്കയുടെ എല്ലാവിധ ശക്തിയും സന്നാഹവും എടുത്തുകൊണ്ട് ഇനി തിരിച്ചടിക്കാനാണ് തയ്യാറെങ്കിൽ ഉക്രൈനെ ചാമ്പലാക്കുമെന്ന ഭീഷണി ഇതിനോടകം തന്നെ പുടിൻ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും റഷ്യൻ മിസൈൽ ആക്രമണം ഉക്രൈനിൽ ഒരു സമയത്തിന് ശേഷം ആരംഭിച്ചിരിക്കുന്നതിന് പിന്നിൽ അമേരിക്കയാണെന്നുള്ള ആരോപണം വീണ്ടും ശക്തമാകുന്നു. വൈദ്യുത വിതരണ സംവിധാനങ്ങളടക്കം തകർത്തുകൊണ്ടാണ് ഇപ്പോൾ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. റഷ്യ ഏകദേശം 188ഓളം വരുന്ന മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുവെന്നാണ് നിലവിൽ ഉക്രൈന്റെ ആരോപണം. വൈദ്യുതി ബന്ധമൊക്കെ തന്നെ താറുമാറായി, അതൊന്നും പുനഃസ്ഥാപിക്കാൻ നിലവിൽ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നുവെന്നാണ് ഉക്രൈന്റെ ഊർജ്ജ മന്ത്രി വ്യക്തമാക്കുന്നത്. ആക്രമണം ഇങ്ങനെ കടുപ്പിക്കുമ്പോൾ യുദ്ധക്കോപ്പ് കൂട്ടുന്നുണ്ട് ഇരു രാജ്യങ്ങളും. രാജ്യത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനെന്നോണം ആണവായുധ നയങ്ങളിലടക്കം റഷ്യ കഴിഞ്ഞ ദിവസം നടത്തിയ മാറ്റം ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചതാണ്, പ്രത്യേകിച്ച് അമേരിക്കയെ. നാറ്റോ രാജ്യങ്ങൾക്കൊരു വെല്ലുവിളി എന്ന രീതിയിൽ തന്നെയാണ് റഷ്യ ഇങ്ങനെയുള്ള നയമാറ്റത്തിലേക്ക്, പ്രത്യേകിച്ചും ആണവായുധങ്ങൾ ഉപയോഗിക്കുന്ന നയമാറ്റത്തിലേക്ക് കടന്നിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം അത് പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും സഖ്യരാജ്യങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഫിൻലൻഡും അതുപോലെ ഡെൻമാർക്കും മറ്റ് രാജ്യങ്ങളും എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങൾ, തയ്യാറെടുപ്പുകൾ ഒരുക്കി കാത്തിരിക്കുക എന്ന് ജനങ്ങളോട് ഭരണാധികാരികൾ മുന്നറിയിപ്പ് നൽകിയതൊക്കെ തന്നെ. ഇനി വരാനിരിക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധമാണോ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതിനുള്ള അനുകൂല ഘടകങ്ങളൊക്കെ തന്നെ റഷ്യയും ഉക്രൈനും കൂടി കൂട്ടി യോജിപ്പിക്കുകയാണ്. അത് ലോകരാജ്യങ്ങളെ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ള ആശങ്ക വർദ്ധിക്കുന്നു. റഷ്യ ആകട്ടെ അവരുടെ സൈനിക ശക്തി ആയുധക്കലവറ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വടക്കൻ കൊറിയയുമായിട്ടുള്ള കച്ചവടത്തിലൂടെ സൈനിക ബലം വീണ്ടും ബലപ്പെടുത്തുകയാണ് റഷ്യ. സൈന്യത്തിന് പകരമായി എണ്ണയും വ്യോമവേദ മിസൈലുകളും ഒക്കെ തന്നെയാണ് ഉത്തര കൊറിയ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനൊക്കെയുള്ള എല്ലാ തരത്തിലുമുള്ള നീക്കം റഷ്യ നടത്തുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഓപ്പൺ മാർക്കറ്റിൽ നിന്നും സാധാരണഗതിയിൽ എണ്ണ വാങ്ങാൻ വടക്കൻ കൊറിയയ്ക്ക് വലിയ നിരോധനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മറ്റ് രാജ്യങ്ങളെ, പ്രത്യേകിച്ചും അമേരിക്കയെയും നാറ്റോ രാജ്യങ്ങളെയും ഒക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും എണ്ണ വാങ്ങാൻ നിരോധനമുള്ള രാജ്യം തന്നെയാണ് ഉത്തര കൊറിയ. ചെറിയ അളവിൽ മാത്രമേ ഉത്തര കൊറിയയ്ക്ക് എണ്ണ വിൽക്കാവൂ എന്നാണ് UN നൽകിയ മുന്നറിയിപ്പ് പോലും. അപ്പോൾ ഈ മുന്നറിയിപ്പുകളൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർക്ക് വളരെ ആവശ്യാനുസരണം എണ്ണ വാങ്ങാൻ കഴിയുന്ന ഒരു രാജ്യമായി ആശ്രയിക്കാൻ റഷ്യയെ സാധിക്കും. എന്തിനേറെ പറയുന്നു, നാറ്റോ രാജ്യങ്ങളെയും അമേരിക്കയുടെയും ഒക്കെ തന്നെ വെല്ലുവിളി മറികടന്നുകൊണ്ടാണ് റഷ്യ ഈ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ അതിനപ്പുറത്തെ ഒരു നീക്കത്തിലേക്ക് തങ്ങൾ കടക്കുമെന്ന സൂചന ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ UN ഉപരോധമൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് ഉത്തര കൊറിയയ്ക്ക് റഷ്യൻ എണ്ണ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. വടക്കൻ കൊറിയയിൽ നിന്നുള്ള സൈന്യത്തെ നിലവിൽ റഷ്യ വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉക്രൈൻ നഗരങ്ങളായിട്ടുള്ള ഒഡേസ, ഖാർക്കീവ്, റിവ്നെ, ലുട്സ്ക് എന്നിവിടങ്ങളിലാണ് വ്യാഴാഴ്ച രാവിലെ അതിഭീകരമായ സ്ഫോടന ശബ്ദം കേട്ടതായി നിലവിൽ വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യോമസേന തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായും ജനങ്ങൾ നിലവിൽ സേഫ് ബങ്കറുകൾക്കുള്ളിൽ, ഷെൽട്ടറുകൾക്കുള്ളിൽ തന്നെ കഴിയണമെന്നുമാണ് കീവിലെ മേയറും വ്യക്തമാക്കുന്നത്. റഷ്യയുടെ ആണവ നയം അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ യുദ്ധ രീതികളും മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതൊക്കെ സാഹചര്യത്തിൽ ആണവായുധം പ്രയോഗിക്കാമെന്ന കാര്യത്തിൽ പുതിയ വ്യവസ്ഥകൾ അങ്ങനെ നിലവിൽ വരുത്തുകയാണ്. ഇനി അങ്ങോട്ട് ആണവ ശക്തിയുടെ കരുത്തെന്തെന്നുള്ളത് ആണവശക്തിയില്ലാത്ത മറ്റ് രാജ്യങ്ങൾ അറിയുമെന്നാണ് റഷ്യ പറയുന്നത്. ആണവശക്തിയില്ലാത്ത രാജ്യമായിരുന്നാലും തങ്ങളെ ആക്രമിച്ചാൽ ഒരു സംയുക്ത ആക്രമണമായി തന്നെ അതിനെ കണക്കാക്കുമെന്നതാണ് പുതിയ വ്യവസ്ഥയും. അതായത് ഇനി ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമണം നടത്താൻ തയ്യാറെടുത്താൽ, നാറ്റോ രാജ്യങ്ങൾ മുന്നിട്ട് വന്നാൽ ആണവശക്തി ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈനെ നിലംപരിശാക്കുമെന്ന് സാരം. അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകൾ റഷ്യൻ അതിർത്തിക്കുള്ളിൽ പ്രയോഗിക്കാൻ ഉക്രൈൻ അമേരിക്ക അനുമതി നൽകിയതാണ് ഈ പ്രകോപനത്തിനുള്ള, ആണവ നയം മാറ്റാനുള്ള സുപ്രധാന കാരണം. നിരോധിക്കപ്പെട്ട ആന്റി പേഴ്സണൽ മൈനുകളും അമേരിക്ക നൽകിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതൊക്കെ തന്നെ റഷ്യയെ അങ്ങേറ്റം ചൊടിപ്പിക്കാനുള്ള പ്രധാന കാരണമായി മാറിയിട്ടുണ്ട്. ഉക്രൈന് പ്രയോജനപ്പെടുന്ന ആ ആയുധത്തിൽ അമേരിക്ക പങ്കാളിയല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആയുധങ്ങൾ നൽകാൻ സെപ്റ്റംബറിൽ തന്നെ നിർദ്ദേശം ഉണ്ടെങ്കിൽ പോലും പ്രസിഡന്റ് അംഗീകാരം കിട്ടിയത് ഈ അവസാന സമയത്ത് മാത്രം തന്നെയാണ്, അതായത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം. ഏതെങ്കിലും സഖ്യത്തിലെ ഒരൊറ്റ രാജ്യമാണ് ആക്രമിക്കുന്നതെങ്കിൽ സഖ്യത്തിന്റെ മുഴുവൻ ആക്രമണമായി കണ്ടുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പടയൊരുക്കം തങ്ങൾ നടത്തും. ആണവാക്രമണം അല്ലെങ്കിൽ പ്രത്യാക്രമണം ആണവായുധം ഉപയോഗിച്ചുകൊണ്ടായിരിക്കുമെന്ന് സാരം. നേരത്തെ തന്നെ റഷ്യ ഉയർത്തുന്ന ഭീഷണിയാണ് ആണവായുധ ഭീഷണി. പക്ഷേ ഇപ്പോൾ അത് പ്രയോഗിക്കാൻ കൂടി കഴിയുമെന്ന് സാരം.
ബെലാറസിന് സ്വന്തം കുടക്കീഴിൽ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ക്രെംലിൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആക്രമണം ഇപ്പോൾ ബെലാറസിന് നേർക്കായതുകൊണ്ട് പോലും അതിനെ റഷ്യയെ ആക്രമിക്കുന്നതിന് തുല്യമായി കണക്കാക്കുമെന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. അതായത് മറ്റൊരു രാജ്യത്തിനും ഉക്രൈനെ അനുകൂലിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് ഇനി ആക്രമിക്കാൻ കഴിയില്ല. ഇസ്രയേലിനെ കണക്കിൽ പറയുകയാണെങ്കിൽ ഹമാസിന് പിന്തുണ നൽകിക്കൊണ്ട് ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹൂതികളും അതുപോലെ ഹിസ്ബുള്ളയും നടത്തിയ ആക്രമണം ശക്തമായി തന്നെ അതിഭീകരാക്രമണമായി കണ്ടുകൊണ്ട് ഹമാസിനെ നിർവീര്യമാക്കാൻ, ഗാസ മുനമ്പിനെ നിലംപരിശാക്കാൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് പോലെ തന്നെയാണ് റഷ്യയും ഇപ്പോൾ ഈ യുദ്ധത്തെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ യുക്രൈന് അത്ര അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളല്ല. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ദ സ്റ്റഡി ഓഫ് വാറിന്റെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ വേഗത്തിലാണ് ഉക്രൈൻ മേഖലകൾ റഷ്യ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. 465 ചതുരശ്ര കിലോമീറ്റർ മാത്രമായിരുന്നു 2023 റഷ്യൻ പിടിച്ചെടുക്കലെങ്കിൽ 24ഓടുകൂടി ഉക്രൈൻ്റെ 2700 ചതുരശ്ര കിലോമീറ്റർ മേഖലയാണ് റഷ്യ പിടിച്ചെടുത്തത്. അതായത് ഏകദേശം 3 ഇരട്ടിയിലധികമായി തന്നെ കടന്നുകയറാനായി സാധിക്കുന്നു. റഷ്യയിലെ പെട്ടെന്നുണ്ടായ ഉക്രൈൻ്റെ കടന്നുകയറ്റം വലിയ തോതിലാണ് റഷ്യയെ അമ്പരപ്പിച്ചത്. ശക്തരായ 1.5 ലക്ഷത്തോളം വരുന്ന ഉക്രൈൻ സൈന്യത്തിന് മുന്നിൽ റഷ്യ ആദ്യം പതറിപ്പോയി. പക്ഷേ പിന്നീട് അതിഭീകരമായ തിരിച്ചടി നടത്തി. ഉക്രൈൻ കൈവശപ്പെടുത്തിയ 40% മേഖല റഷ്യയ്ക്ക് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു. ആക്രമണവും അങ്ങനെ പ്രത്യാക്രമണവും അതിശക്തമായി മുന്നോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയും ഇറ്റലിയും ഗ്രീസും കീവിലെ തങ്ങളുടെ എംബസി പൂട്ടി ശക്തമായ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.